പോവാൻ പറയുന്നുണ്ടോ? അച്ഛാ, നല്ലത് കേട്ടാ അംഗീകരിക്കാൻ പഠിക്കണം. ഇവിടെ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, നന്ദിനി അവരുടെയൊക്കെ താഴെയാണെന്ന്. പക്ഷേ വാസ്തവം എന്താ? ഇവരെയൊക്കെ ഒന്നിച്ചെടുത്ത് ഒരു തട്ടിൽ വെച്ചാലും നന്ദിനി ഇരിക്കുന്ന തട്ട് താഴ്ന്ന് തന്നെ ഇരിക്കും അച്ഛാ. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരായി ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യ കഴിവുള്ളവളാണെന്ന് വിളിച്ചു പറഞ്ഞ് ആഘോഷിക്കണമെങ്കിലേ അതിനൊരു ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് മതി. അച്ഛാ, അമ്മ നല്ലവളാണ്, കാര്യപ്രാപ്തി ഉള്ളതാണെന്നൊക്കെ അച്ഛൻ എവിടെ വെച്ചാ പറയാറ്? ബെഡ്റൂമിൽ വെച്ചാ? ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ പറയാറ്, അല്ലേ? അച്ഛൻ അച്ഛന്റെ ഭാര്യയെ കുറിച്ച് പറയാമെങ്കിലേ എനിക്ക് എന്റെ ഭാര്യയെ കുറിച്ച് പറയാനും അവകാശമുണ്ട്. മതിയടാ, ഒരു നാണം കെട്ടവളെ കുറിച്ച് പൊഴുത്തി സ്വയം നാണം കെടാൻ നിൽക്കണ്ട. ഒരു നന്ദിനിയും ഞന്തിനിയും. ഓ, എനിക്ക് പേര് കേൾക്കുന്നതേ അറപ്പാ. അതെ, ഇതുപോലെ എത്രയോ കുടുംബങ്ങളില്ലേ പത്മ എന്ന പേര് കേൾക്കുന്നത് പോലെ അറപ്പാണെന്ന് എത്രയോ പേര് പറയുന്നുണ്ടാവും അച്ഛാ, അല്ലേ? സൂര്യ, നീ എന്നിട്ട് പോ. അയ്യോ അച്ഛാ, അങ്ങനെ പോവാൻ പറ്റില്ല. ഞാനേ നന്ദിനിയുടെ കാര്യങ്ങൾ പറഞ്ഞു തീർന്നില്ല. ഒന്ന് പറയട്ടെ, എനിക്ക് ഇനിയും പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അതെ അതെ, ഈ നന്ദിനി ഉണ്ടല്ലോ, നന്ദിനി. ഞാൻ പറഞ്ഞോ അവളുടെ പേര് എന്റെ മുമ്പിൽ പറഞ്ഞു പോരുതെന്ന്? ഓ, നന്ദിനിയുടെ പേര് കേൾക്കുന്നത് ഇത്രയും വലിയ ബുദ്ധിമുട്ടാണോ? എന്നാ കേട്ടോ, നന്ദിനി 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 അച്ഛാ, നന്ദിനി 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 നന്ദിനി. ഒന്ന് നിർത്തുന്നുണ്ടോ? നന്ദിനി നന്ദിനി നന്ദിനി. എന്താ രാജേട്ടാ? നന്ദിനി നന്ദിനി. അയ്യോ അയ്യോ, ഇപ്പോഴാ മാല ഊരിയന്റെ ഒരു ത്രില്ല് കിട്ടിയത്, അല്ല അച്ഛാ? എന്തിനാടാ ഇതൊക്കെ? നീ രാവിലെ തന്നെ കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അച്ഛാ, അന്ന് ആ പൂജ കിടക്കുന്ന സമയത്ത് എല്ലാവരും കാണിച്ചൊരു അഹങ്കാരമുണ്ട്, അതിനൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്തു കൊടുക്കണ്ടേ? അതെ, അച്ഛൻ പേടിക്കണ്ട, അച്ഛന്റെ ഭാര്യക്കുള്ളത് തീർന്നിട്ടില്ല, ഇനി അടുത്ത നെക്സ്റ്റ്. അയ്യോ നന്ദിനി, താനോട് നിൽക്കുന്നുണ്ടായിരുന്നോ? കള്ളം പറയരുത് സാർ, ഞാനിവിടെ നിൽക്കുന്നത് സാർ നേരത്തെ കണ്ടതാ. എന്നിട്ട് എന്റെ മുഖത്ത് പോലും നോക്കാതെ പത്മ മാഡത്തിനെ നാണം കെടുത്താനായിരുന്നു ശ്രമിച്ചത്. അതെ, ആ മുഖത്ത് നോക്കിയാ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ. നന്ദിനി, രാവിലെ കൊടുക്കേണ്ടത് രാവിലെ തന്നെ കൊടുക്കണം, ഉച്ചയ്ക്ക് കൊടുക്കേണ്ടത് ഉച്ചയ്ക്ക് കൊടുക്കണം, അല്ലേ? രാത്രി കൊടുക്കേണ്ടത് രാത്രി തന്നെ കൊടുക്കണം. ഇത് മരുന്നാ നന്ദിനി. അച്ഛനെ കണ്ടോ? അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടോ? ഉള്ളിലെ സന്തോഷം കൊണ്ടാടോ. സന്തോഷിച്ചോ. അച്ഛനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് മറ്റാരെങ്കിലും ചെയ്യുന്നത് കാണുമ്പോഴേ ഉള്ളിൽ സന്തോഷിക്കും കേട്ടോ. ഹലോ, ഗംഗ ജയിലില് സുദർശനെ കാണാൻ വന്നതാ.
പരോളിനുള്ള അപേക്ഷയില് ഇത്തവണ ഒപ്പിട്ടില്ല അല്ലേ? എന്റെ തീരുമാനം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഗംഗേ.